അതുപോലെ മഹാരാഷ്ട്രയിലും പിന്നെ മറ്റു ഒട്ടേറെ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ടല്ലോ സർ, അതുകൂടി ഒന്ന് കോർത്തിണക്കി പറഞ്ഞാൽ. മഹാരാഷ്ട്ര നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മഹാരാഷ്ട്രയിലെ കാലഹരണപ്പെട്ടു പോയ രണ്ട് നേതാക്കന്മാരും അവരുടെ പ്രസ്ഥാനങ്ങൾ അസ്തമിച്ചു എന്നുള്ളതാണ്. അതായത് ശരത് പവാറിന്റെ NCP രണ്ടക്കം തികയ്ക്കാൻ പാടുപെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ശരത് പവാർ കാലഹരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആശയങ്ങളും ആദർശങ്ങളും കാലഹരണപ്പെട്ടു. അതുകൊണ്ട് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പിന്മാറേണ്ടതായിരുന്നു, നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അതുകൊണ്ട് രാഷ്ട്രീയ ഹരാക്കിരി ആണ് അദ്ദേഹം ചെയ്തത്, ആത്മഹത്യയാണ് അദ്ദേഹം ചെയ്തത്. അതുപോലെ തന്നെ ശിവസേന, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണോ യഥാർത്ഥ ശിവസേന എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾ തീരുമാനമെടുത്തിട്ട് പറഞ്ഞു അല്ല. അതുകൊണ്ട് NCPയും വേണ്ട, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ട് ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയെ അവർ അംഗീകരിച്ചു, അജിത് പവാറിന്റെ NCPയെ അവർ അംഗീകരിച്ചു. കാരണം അത് രണ്ടും BJPയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ BJPയോട് ചേർന്നുള്ള ദേശീയ രാഷ്ട്രീയത്തിനോട് ആര് സഹകരിക്കുന്നു, അത് NCP ആണെങ്കിലും അല്ലെങ്കിൽ ശിവസേനയാണെങ്കിലും അവരെ തുല്യമായിട്ട് ജനങ്ങൾ അനുഗ്രഹിച്ചു. അവിടെ BJP എടുത്ത മറ്റൊരു സ്ട്രാറ്റജി വളരെ ശ്രദ്ധേയമാണ്. BJP അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാനോ മുഖ്യമന്ത്രി ആവാനോ ശ്രമിക്കുന്നതിന് പകരം BJPയോടൊപ്പം കൂടിയ രണ്ട് ഘടകകക്ഷികൾക്കും സീറ്റ് കൂടുതൽ നേടിക്കൊടുക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചു. പൊതുവെ BJPയെ കുറിച്ചുള്ള ഒരു പരാതി എന്താ, ഭീഷണി എന്താ? BJPയുടെ സഖ്യകക്ഷിയാവരുത്, ആയിട്ടുണ്ടെങ്കിൽ BJP നിങ്ങളെ തിന്നും വിഴുങ്ങും, നിങ്ങൾ ഇല്ലാതെയാകും എന്നൊക്കെയാണല്ലോ. പക്ഷേ മഹാരാഷ്ട്രയിലേക്ക് നോക്കൂ, അവിടെ ശിവസേന ഷിൻഡെ വിഭാഗം വളർന്നു, അവിടെ അജിത് പവാറിന്റെ NCP വളർന്നു, അവർക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടി, BJPക്കും സീറ്റുകൾ കൂടുതൽ കിട്ടി. അങ്ങനെ വന്നപ്പോൾ ഒരു ക്ലീൻ സ്വീപ്പ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഇന്ത്യ മുന്നണിയുടെ മറ്റൊരു വലിയ അട്ടിമറി ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്പ അഹങ്കാരത്തോടെ വന്ന ഇന്ത്യ മുന്നണി പൊടിപോടുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെ അനിക്സ്പ്രേ ആയി പോയ ഒരു തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടത്. അതായത് ഇന്ത്യ മുന്നണിയെ എവിടെ വെച്ചും ഏത് പടനിലത്ത് വെച്ച് നേരിടാൻ സാധിക്കുന്നതാണ് ഈ NDAയുടെ പുതിയ സ്ട്രാറ്റജി. എന്നാൽ ഇതെന്തുകൊണ്ടാണ് ജാർഖണ്ഡിൽ വിജയിക്കാത്തത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ജാർഖണ്ഡിൽ നടന്നത് ഇന്ത്യ മുന്നണിയുടെ വിജയമല്ല, ക്രൈസ്തവ ആദിവാസി ഗോത്രവർഗ വിഭാഗത്തിന്റെ ക്രിസ്ത്യൻ അജണ്ടയുടെ വിജയമാണ് ജാർഖണ്ഡിൽ കണ്ടത്. ഇതാണ് ഈ മഹാരാഷ്ട്രയും ജാർഖണ്ഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി മറ്റൊരു കാര്യം, 41 മണ്ഡലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ 41-ൽ 30 സീറ്റിലും BJP സഖ്യമാണ് ജയിച്ചത്. പല സംസ്ഥാനങ്ങളും BJP തൂത്തുവായി. ഇനി ഇതിനേക്കാളൊക്കെ വലിയ ഒരു തമാശ ഇതിനിടയ്ക്കുണ്ടായി, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന വലിയ ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാവരും കൂടെ ഉയർത്തിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യൻ അതിൽ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി. എന്നിട്ട് വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പില് 280 സീറ്റുകളിൽ മത്സരിക്കാൻ പോവുകയാണ്. ആദ്യ പടി എന്നുള്ള നിലയിൽ ഇത്തവണ വന്ന ഉപതെരഞ്ഞെടുപ്പിലെ 4-ൽ 4 സീറ്റിലും മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം നോമിനേഷൻ കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികൾ 4 മണ്ഡലങ്ങളിൽ നിരന്നു നിന്നു. ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറി. കാരണം പ്രശാന്ത് കിഷോർ എവിടെയാണോ അവിടെ ജയിക്കുമെന്നാണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രശാന്ത് കിഷോർ കോൺഗ്രസിന്റെ കൂടെയാണെങ്കിൽ കോൺഗ്രസ് ജയിക്കും, പ്രശാന്ത് കിഷോർ BJPയുടെ കൂടെയാണെങ്കിൽ BJP ജയിക്കും. അങ്ങനെ രാഷ്ട്രീയ ചാണക്യനായി ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെട്ട ആ മനുഷ്യൻ ചാണക്യന്റെ സ്വന്തം പാർട്ടി പ്രഖ്യാപിക്കുന്നു, സ്വന്തമായി 4 സീറ്റിൽ നിൽക്കുന്നു. ബീഹാറിൽ 4 സീറ്റിൽ കെട്ടിവെച്ച കാശ് പോയി എന്ന് പറഞ്ഞാൽ നോട്ടയോട് മത്സരിച്ച് കെട്ടിവെച്ച കാശ് പോയി. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. നമ്മുടെ ചാനലുകൾ, പത്രങ്ങൾ, ഇവരൊക്കെ എന്ത് മണ്ടത്തരം എഴുതി മനുഷ്യനെ പറ്റിക്കുന്നത്. പ്രശാന്ത് കിഷോറാണ് അന്തിമ വാക്ക്, അദ്ദേഹത്തെ പോലും വലിയ ആചാര്യനില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി നിന്ന് 8 നിലയിലല്ല 16 നിലയിൽ പൊട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ രാഷ്ട്രീയത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവർക്കേ വിജയിക്കാൻ കഴിയൂ, അല്ലാതെ സാങ്കേതികമായിട്ടോ പാണ്ഡിത്യം കൊണ്ടോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവും ഒരു തമാശയുമാണ് പ്രശാന്ത് കിഷോറിന്റെ വീരചരമത്തോടു കൂടി നമ്മൾ ബീഹാറിൽ കണ്ടത്. ഇതാണ് പൊതുവെ ഈ നടന്ന ഇലക്ഷനുകൾ. അതായത് ഈ ഇലക്ഷന് ശേഷം നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ നോക്കിയാൽ മഹാരാഷ്ട്രയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും മറ്റേത് പ്രദേശങ്ങളിലാണെങ്കിലും
NDA സഖ്യം അതിശക്തമായി ഇപ്പോഴും നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല, അതിശക്തമായി ആഞ്ഞടിക്കാൻ കഴിയുന്ന ശക്തി അതിന് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കണ്ട ഒരു കാര്യം. പിന്നെ ഒരു മാധ്യമങ്ങളും പറയാത്ത, ഒരു ചാനലും ചർച്ച ചെയ്യാത്ത, ഒരു പത്രങ്ങളിലും എഴുതാത്ത ഒരു വലിയ രഹസ്യം കൂടിയുണ്ട്. അതിതാണ്, നമ്മൾ നോക്കൂ ഹരിയാനയിൽ, നമ്മൾ നോക്കൂ മഹാരാഷ്ട്രയിൽ, ഈ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ നരേന്ദ്രമോദി എവിടെയും ഇറങ്ങിയില്ല, അമിത്ഷാ എവിടെയും ഇറങ്ങിയില്ല. നരേന്ദ്രമോദിയും അമിത്ഷായും പിന്നണിയിൽ നിൽക്കുകയും മുന്നണി പോരാളികളായി പുതുമുഖങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ സ്ട്രാറ്റജി പരീക്ഷിച്ചപ്പോൾ പലരും പറഞ്ഞു, ഇതാ പരാജയം മനസ്സിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദി വരുന്നില്ല, അമിത്ഷാ വരുന്നില്ല. ഹരിയാനയിലേക്ക് അമിത്ഷായും നരേന്ദ്രമോദിയും തിരിഞ്ഞു നോക്കിയില്ല, ഹരിയാന അവർ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും പറഞ്ഞത്. അവിടെ നരേന്ദ്രമോദി വരുന്നില്ല, അമിത്ഷാ വരുന്നില്ല, അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും യാതൊരു വിജയപ്രതീക്ഷയും ഇല്ലാത്തതുകൊണ്ട് അവർ ഉപേക്ഷിച്ചു എന്നാണ്. പക്ഷെ എന്തായിരുന്നു റിസൾട്ട് വന്നപ്പോ ഇത്ര വലിയ ഞെട്ടലുണ്ടാക്കിയെങ്കിൽ അതിൽ നിന്ന് ഇന്ത്യയിലെ ഇന്ത്യ സഖ്യവും ഇവിടുത്തെ മാധ്യമങ്ങളും പണ്ഡിതന്മാരും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മോദിയും അമിത്ഷായും ഇല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയം കൊണ്ടു നടത്താനും വിജയം വരിക്കാനും BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നന്നായി പഠിച്ചിരിക്കുന്നു. മാത്രമല്ല, അമിത്ഷായുടെയും മോദിയുടെയും കാലത്തിന് ശേഷം രണ്ടാം നിര, മൂന്നാം നിര, നാലാം നിര, അങ്ങനെ വേണമെങ്കിൽ ഒരു 10-12 നിര നേതാക്കന്മാരെ ഒരുക്കിയെടുത്ത് യുദ്ധസന്നദ്ധരാക്കി നിർത്തി പോരാട്ട വീര്യത്തോടു കൂടി മഹാരാഷ്ട്ര പോലെയുള്ള പ്രദേശങ്ങൾ, ഹരിയാനയുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ കഴിയും BJPക്ക്. ഇത് വലിയ ഒരു സൂചനയാണ്. അടുത്ത് വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കാണാത്ത ഞെട്ടിക്കുന്ന മുഖങ്ങളായിരിക്കും നേതൃത്വം നൽകാൻ പോകുന്നത്. ഞെട്ടിക്കുന്ന വിജയമായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഇനി കൂടുതൽ കൂട്ടിച്ചേർക്കാനുണ്ടോ സർ? എന്തെങ്കിലും വിട്ടുപോയതിട്ടുണ്ടോ? ഒരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നടന്നപ്പോൾ അന്താരാഷ്ട്ര ഏജൻസികൾ, അന്താരാഷ്ട്ര വൻശക്തികൾ, ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങൾ നരേന്ദ്രമോദി അട്ടിമറിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്നു. പക്ഷെ ഇപ്പോൾ നോക്കൂ, നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ നിന്ന ഓരോ രാഷ്ട്രത്തലവന്മാർ ഒന്നൊന്നായിട്ട് നിലംപതിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയില് ട്രംപ് എന്ന് പറയുന്ന ആള് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളാണ്, നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയാണ്. ആ ട്രംപ് ഹിന്ദു കാർഡ് ഇറക്കി കളിക്കേണ്ടി വന്നു. ഞാൻ ഇന്ത്യക്കാരനിലെ, ഞാൻ ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ട്രംപ് അധികാരത്തിൽ വന്നു. അതായത് മോദിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് പോലും നിൽക്കുകയില്ല എന്നും, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നയാൾ മോദി വിരുദ്ധനാണെങ്കിൽ തോൽപ്പിച്ചു കളയുമെന്നും പറയാൻ മാത്രമുള്ള വോട്ട് ബാങ്ക് അമേരിക്കയിൽ സൃഷ്ടിച്ചു. അതുപോലെ കാനഡയിലെ പ്രധാനമന്ത്രി ഇന്ത്യക്കെതിരെ ഖാലിസ്ഥാനികളെ വളർത്തുകയും ആ ഖാലിസ്ഥാനികളെ ഉപയോഗിച്ച് ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് അയാളുടെ നിലനിൽപ്പ് ഇപ്പോൾ അപകടത്തിലാക്കിയിരിക്കുകയാണ്. അതായത് കാനഡയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കണ്ടോളൂ, ഇപ്പോൾ ഇരിക്കുന്ന പ്രധാനമന്ത്രി 8 നിലയിൽ പൊട്ടും. ഇത് ഏത് രാജ്യത്താണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജർമ്മനിയെ നോക്കൂ, ജർമ്മനിയിൽ ഇപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള വലിയ സാമ്പത്തിക തകർച്ച, തൊഴിൽ തകർച്ച നടന്ന് സംഭവിച്ചിരിക്കുന്നു. ഇനി ജർമ്മനിക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ പിന്തുണ വേണം എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ബ്രിട്ടന്റെ കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് വൻശക്തി രാഷ്ട്രങ്ങൾ ഓരോന്നായിട്ട് നരേന്ദ്രമോദിയുടെ വിരൽത്തുമ്പിൽ നിന്ന് പാവ കളിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ആരൊക്കെ ചേർന്നാണോ നരേന്ദ്രമോദിയെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കാൻ നോക്കിയത്, ആ രാഷ്ട്രത്തലവന്മാരെ ഓരോരുത്തരെയായിട്ട് ടാർഗറ്റ് ചെയ്ത് തകർത്ത് താഴെ വീഴിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോക നേതൃത്വം ഇന്ന് അമേരിക്കയുടെയോ റഷ്യയുടെയോ ചൈനയുടെയോ ബ്രിട്ടന്റെയോ ചുറ്റുമല്ല കറങ്ങുന്നത്. ലോക ഭൂപടവും ലോക രാഷ്ട്രീയവും നരേന്ദ്രമോദിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത്. അതിനി കുറെ കാലം കൂടി കറക്കുമെന്നും, എന്നാണോ നരേന്ദ്രമോദി ഈ ഭൂലോക പമ്പരം താഴെ വെക്കുന്നത് അതുവരെ ലോകം നരേന്ദ്രമോദിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമെന്നും ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകൾ.